ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ഹൽവയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് പാല്, ക്യാരറ്റ്, പിന്നെ ഷുഗർ, പിന്നെ നെയ്യ്, പിന്നെ ഉപ്പ്. ഇതിലേക്ക് ചേർക്കുന്ന അളവ് ചേർക്കുന്ന ടൈമിന് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ വെച്ചിരുന്ന 3 ക്യാരറ്റും ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റൊക്കെ നന്നായി വാടി വരണം. അതുവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റൊക്കെ നന്നായി വാടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കണം. 1 ടീസ്പൂണോളം നെയ്യ് മതിയാകും. അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ക്യാരറ്റിനൊക്കെ 5 ടീസ്പൂൺ മധുരം തന്നെ ധാരാളമാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക കൂടി ചേർക്കാം. അത് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. വേണ്ടാത്തവരാണെങ്കിൽ അത് ചേർക്കണ്ട. ഇത്രയും മതിയാകും. ഇതിലേക്ക് നമുക്ക് പാല് കൂടി ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഇത് 2 ഗ്ലാസ്സോളം പാലുണ്ട്. ഇത്രയും നമുക്ക് ആവശ്യമില്ല. 3 ക്യാരറ്റിനൊക്കെ 1 ഗ്ലാസ് പാൽ മതിയാകും. ഞാനിവിടെ 1 ഗ്ലാസ് പാൽ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ക്യാരറ്റൊക്കെ നന്നായി കുക്കായി വരണം. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കണം. നമുക്കിനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഈ പാലൊക്കെ വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ബാലൻസ് ചെയ്ത് കിട്ടും. ഇപ്പോൾ തന്നെ നെയ്യുടെയും പാലിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാലൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് ഡ്രൈ ആകും. അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു നനവുള്ളപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് ഹൽവയിലേക്ക് പാലൊക്കെ പിടിച്ച് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല ടേസ്റ്റി ഹൽവയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.